ആഗോള വ്യാപകമായി ഇന്ന് ചിതറിപ്പാർക്കുന്ന സിറോ മലബാർ വിശ്വാസികളെ ഒരുമിച്ച് ചേർത്ത് നയിക്കുവാൻ, അവരെ പഠിപ്പിക്കുവാൻ, അവരെ വിശുദ്ധീകരിക്കുവാൻ സിറോ മലബാർ സഭയിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്വം അഭിവന്ദ്യ റാഫേൽ തട്ടിപ്പിതാവിൽ ഇന്ന് നിക്ഷിപ്തമാണ്. പിതാവിനോട് സഹകരിച്ചുകൊണ്ട് ഈ സഭയിലെ എല്ലാ മെത്രാന്മാരും, അതുപോലെ തന്നെ വൈദിക സമൂഹവും സമർപ്പിതരും അൽമായ വിശ്വാസികളും ഒന്നിച്ച് അണിനിരക്കുമ്പോൾ നമുക്ക് ഏറെ കാര്യങ്ങൾ നമ്മുടെ സമുദായത്തിൻ്റെയും നമ്മുടെ നാടിൻ്റെയും നന്മയ്ക്ക് വേണ്ടി നിർവഹിക്കുവാൻ സാധിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെയുള്ള ഒരു നിയോഗം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു സഭയുടെ പിതാവും തലവനും എന്ന് പറയുമ്പോൾ അതൊരാത്മീയമായ ഒരു പിതൃത്വമാണ്. ഇവിടെ തലൈപിതാവ് സൂചിപ്പിച്ചതുപോലെ സ്നേഹത്തിൽ രജഗണങ്ങളെ നയിക്കാനും തിരുത്താനും വളർത്താനും വേണ്ടിയുള്ള ഒരു നിയോഗമാണ്. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ വളരെ വലിയ ഒരു ഉത്തരവാദിത്വം, പല പ്രശ്നങ്ങളുടെയും നടുവിൽ ഈ സഭയെ നയിക്കുവാനുള്ള നിയോഗമാണ് തട്ടിൽ പിതാവിന് ലഭിച്ചിരിക്കുന്നത്. പിതാവിൻ്റെ സ്വതസിദ്ധമായ ചില സവിശേഷതകൾ തീർച്ചയായിട്ടും ഈ നിയോഗം വിജയകരമായി പൂർത്തീകരിക്കുവാൻ ഇടയാക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന് പെട്ടെന്ന് ആളുകളോട് ഇടപെടുവാനും പുഞ്ചിരിച്ച് ഒക്കെ ആളുകളെ വശീകരിക്കുവാനും ഒക്കെയുള്ള പ്രത്യേകമായ കഴിവ് പിതാവിനുണ്ട്. നല്ല വാചാലതയുണ്ട് പിതാവിന്. പിതാവൊരു ധ്യാനഗുരുവും പ്രസംഗഗുരുവും ഒക്കെയാണ്. എല്ലാവരെയും കോരിത്തരിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ അദ്ദേഹത്തിന് അറിയാം. അതെല്ലാം ഈ നല്ല കഴിവുകളൊക്കെ ഈ സഭയുടെ നന്മയ്ക്കും വളർച്ചയ്ക്കും ഈ പൊതുസമൂഹത്തിൻ്റെയും വികസനത്തിനും ഒക്കെ ഉപകരിക്കുമാറാകട്ടെ എന്നാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന. ഈ അവസരത്തിൽ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, സിറോ മലബാർ സഭ വിശ്വാസികൾ ഇന്ന് ലോകമെങ്ങുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു സമൂഹമാണ്. പക്ഷെ ഞങ്ങൾക്ക് ഒരു വേദനയും ആശങ്കയുമുണ്ട്. ഈ സഭയുടെ ഈറ്റില്ലമായ കേരളത്തിൽ ഞങ്ങൾ അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായി മാറുന്നു. ഈ മനോഹര ദൈവത്തിൻ്റെ ഈ നാട്ടിൽ ജീവിതം വിജയിപ്പിക്കാൻ സാധിക്കയില്ല എന്നുള്ള ഒരു ഫീലിംഗ് ഇന്ന് പലരുടെയും മനസ്സിൽ തളം കെട്ടി നിൽക്കുകയാണ്. അതിനാൽ ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി എവിടെയെങ്കിലും പോകണമെന്നുള്ള ഒരു മനോഭാവം ഞങ്ങളുടെ സഭയുടെ മാത്രം കാര്യമല്ല, ഈ നാട്ടിലെ യുവജനങ്ങളുടെ ഒരു പ്രശ്നമാണ്. അത് തീർച്ചയായിട്ടും ഒരു പരിഹാരം ഉണ്ടാകണം. ഈ നാട്ടിൽ ജീവിക്കാനും ജീവിച്ച് വിജയിക്കാനും അന്തസ്സായ ജോലി ചെയ്ത് ജീവിക്കുവാനുള്ള സാഹചര്യമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുവാൻ തീർച്ചയായിട്ടും ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടല്ലോ, ഇവിടുത്തെ ഭരണ കൈകാര്യം ചെയ്യുന്ന സർക്കാരിനും അത് ഉത്തരവാദിത്വമുണ്ട് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ്. അങ്ങനെ ആ രീതി ഇവിടെ സഭയും രാഷ്ട്രവും പരസ്പര വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ശക്തികളല്ല, മറിച്ച് ജനത്തിൻ്റെ ക്ഷേമത്തിനു വേണ്ടി പരസ്പര പൂരകമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കേണ്ടവരാണ്. മതം ജനത്തിൻ്റെ പ്രധാനമായിട്ടും ആത്മീയ ക്ഷേമം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുമ്പോൾ രാഷ്ട്രീയ അധികാരം മനുഷ്യൻ്റെ ഭൗതിക ക്ഷേമം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നു. ഈ കാര്യത്തിൽ പരസ്പരമുള്ള സഹകരണം ആവശ്യമാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വം അഭംഗരം സംരക്ഷിച്ച് എല്ലാ മതങ്ങൾക്കും ഇവിടെ സ്വതന്ത്രമായിട്ടും സ്വസ്ഥമായിട്ടും എല്ലാ മതവിശ്വാസികൾക്കും വിശ്വാസമില്ലാത്തവർക്കും ഇവിടെ സ്വസ്ഥമായിട്ട് സന്തോഷകരമായി ജീവിക്കാൻ സാധിക്കും എന്നുള്ള ഒരവസ്ഥയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ആ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ സംരക്ഷിച്ചു പാലിച്ചു പോന്ന ആ ഒരു മൂല്യം, അതിന് യാതൊരു പോറലും ഏൽക്കാൻ ഇടയാവരുത്.
ഞങ്ങളുടെ ഇതുപോലെയുള്ള പരിപാടികളിൽ പലപ്പോഴും രാഷ്ട്രീയ നേതാക്കന്മാരെ വിളിക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം ഞങ്ങൾ രാഷ്ട്രീയ അധികാരത്തെ എന്നും മാനിക്കുന്നവരാണ്. അവരുമായിട്ട് എപ്പോഴും സമാധാനത്തിൽ സൗഹൃദത്തിൽ കഴിയാൻ ആഗ്രഹിക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചില ആവശ്യങ്ങൾ സാധിക്കേണ്ടതായിട്ടുള്ള ന്യായമായ അവകാശങ്ങൾ അത് ന്യായമായ രീതിയിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. അങ്ങനെയുള്ള പരസ്പരം ഈ രാജ്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി എന്തുമാത്രം സംഭാവന ചെയ്ത ഒരു സമൂഹമാണ് ഞങ്ങളുടേതെന്ന് ചരിത്രം പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. വിദ്യാഭ്യാസ രംഗത്ത്, ആതുര സേവന രംഗത്ത്, മറ്റ് സാമൂഹിക വികസന പ്രവർത്തനങ്ങളിൽ ഒക്കെ ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഈ വളരെ ചെറിയ ന്യൂനപക്ഷമാണെങ്കിൽ പോലും അതിനെ അപ്പുറത്തുള്ള ഒരു സ്വാധീനം ചെലുത്തുവാൻ സാധിച്ചിട്ടുണ്ട്. അത് ഈ നാടിനോടുള്ള സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും ഫലമായിട്ടാണ്. സഭയെപ്പറ്റി ക്രൈസ്തവ സമൂഹം, ഞങ്ങളുടെ സീറോ മലബാർ സഭാ വിശ്വാസികളെക്കുറിച്ച്, സഭയെക്കുറിച്ച് ഒരു ആപ്തവാക്യമുണ്ട്: വിശ്വാസത്തിൽ ക്രൈസ്തവം, സംസ്കാരത്തിൽ ഭാരതീയം, ആരാധനയിൽ പൗരസ്ത്യം എന്നുള്ളത്. ഈ രീതിയിലാണ് അതാണ് ഞങ്ങളുടെ ഐഡൻറ്റിറ്റി, ഞങ്ങളുടെ വ്യക്തിത്വം. അതാണ് വിശ്വാസം. കത്തോലിക്ക വിശ്വാസം ഞങ്ങൾ പുലർത്തുന്നു, അതിൽ വെള്ളം ചേർക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതോടൊപ്പം തന്നെ സംസ്കാരം ഭാരതത്തിൻ്റെ സംസ്കാരമാണ്. തികച്ചും ഭാരതീയരായിട്ട് ഞങ്ങളോട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ആരാധനയിൽ ഇന്ത്യൻ ആരാധനാ സംവിധാനവുമായിട്ടും പൊരുത്തപ്പെട്ടു പോകുന്ന പൗരസ്ത്യ ആരാധനാ സംവിധാനമാണ് ഞങ്ങളുടേത്. ഈ രീതിയിലുള്ള സ്വതന്ത്രമായ ഒരു അധികാരമുള്ള ഒരു സഭയാണ് കേരളത്തിലെ ഏറ്റവും പ്രബലമായ ക്രൈസ്തവ സമൂഹം സഭയുടേതായിരിക്കും. ഞാൻ മറ്റൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ആ രീതിയിൽ ഈ നാടിന്, ഈ കേരളത്തിൽ ഞങ്ങൾക്ക് വളരെയേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഞങ്ങളുടെ യുവജനങ്ങൾ ഇവിടെ നിലനിൽക്കുകയും ഇവിടെ ജീവിച്ച് അവർക്ക് ജോലിയും മറ്റും ലഭിച്ച് ഇവിടെ ജീവിക്കാൻ ഇടയാവുകയും ചെയ്യുകയാണെങ്കിൽ ഈ നാടിൻ്റെ വികസനത്തിന് നന്മയ്ക്ക് വേണ്ടി വളരെയേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതിന് യാതൊരു സംശയവുമില്ല. ഇതിനൊക്കെ ചുക്കാൻ പിടിക്കേണ്ട രാഷ്ട്രീയ അധികാരവുമായിട്ടും നല്ല ബന്ധം പുലർത്തിക്കൊണ്ട് അവരുടെയും സഹകരണത്തോടുകൂടെ ഈ കാര്യങ്ങളെല്ലാം നിർവഹിക്കുവാനുള്ള ഉത്തരവാദിത്വം തീർച്ചയായിട്ടും പുതിയ മേജർ ആർച്ച് ബിഷപ്പിനുണ്ട്. നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും അദ്ദേഹത്തിന് നൽകുന്നു, പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ തലസ്ഥാന നഗരിയിൽ, ഭരണശിലാകേന്ദ്രമായ ഈ തലസ്ഥാന നഗരി ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ്, ഒരു നഗരമാണ് ഈ തിരുവനന്തപുരം. ഇവിടെ ഈ കേരളത്തിൻ്റെ അഭ്യസ്തവിദ്യരായ ആൾക്കാർ ഒരുമിച്ച് കൂടിയിരിക്കുന്ന വളരെയധികം പൊട്ടൻഷ്യലുള്ള ഒരു സമൂഹം ജീവിക്കുന്ന ഒരു നഗരമാണിത്. അവരുടെയൊക്കെ വലിയ വൈദഗ്ധ്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ സർക്കാരിനും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അഭിമന്യ തട്ടിൽപിതാവിന് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും ദൈവാനുഗ്രഹവും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ സമീപിക്കുന്നു. നന്ദി, നമസ്കാരം.